എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ് 700 രൂപയ്ക്കാണ് ഞാൻ മൊത്തം ഓടിയത്. കാലത്ത് 8 മണിക്ക് ചെന്നിട്ട് ഞാൻ വൈകുന്നേരം 9 മണി വരെ ഓടി. 700 വളരെ മോശം ദിവസമായിരുന്നു. ചില ദിവസം അങ്ങനെയൊക്കെ തന്നെയാണ്, 700 500-നൊക്കെ ഓടുക. അപ്പോൾ 200 രൂപയ്ക്ക് ഡീസലും കഴിഞ്ഞിട്ട് ബാക്കി 500 രൂപ എൻ്റെ മിച്ചം വന്നത്. അപ്പോൾ എനിക്ക് ഫോറം മാളിലൊന്ന് പോകണമായിരുന്നു. അവിടുന്ന് കുറച്ച് കാപ്പി പൊടിച്ച് മേടിക്കണമായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഇതാണ് എടപ്പാളുള്ള ഫോറം മാള്. നെസ്റ്റോ ഇതിൻ്റെ അകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ കാപ്പിപ്പൊടിയുടെ കാപ്പിക്കുരുവിൻ്റെ സെക്ഷൻ. അവിടുന്ന് കാപ്പിക്കുരു മേടിച്ച് കഴിഞ്ഞാൽ കുരുവായിട്ട് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അത് നമ്മുടെ ആവശ്യപ്രകാരം എത്ര ഗ്രാമാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തൂക്കിയെടുത്ത് തരും. പിന്നെ ഞാൻ 100 ഗ്രാമാണ് മേടിച്ചത്. 100 ഗ്രാം മേടിച്ചിട്ട് ആ മെഷീനിലിട്ട് പൊടിപ്പിക്കണം. അവരോട് പറഞ്ഞാൽ മതി, പൊടിച്ച് തരാൻ പറഞ്ഞാൽ മതി, അവർ പൊടിച്ച് തരും. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് നമുക്ക് പാക്ക് ചെയ്തിട്ട് തരും. ഇപ്പം ഞാൻ 100 ഗ്രാമാണ് മേടിച്ചത്. 86 രൂപയായിരുന്നു 100 ഗ്രാമിന്. അപ്പോൾ അവരത് ഇങ്ങനെ നല്ല പാക്കാക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുറത്തിറങ്ങി അതിൻ്റെ മുകളിലേക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ താഴത്ത് തന്നെയുള്ളൊരു അത്തറ് കടയാണത്. അത്തറ്, സ്പ്രേകൾ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട്. അത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി കടയെന്ന് എനിക്ക് തോന്നി. കണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. അങ്ങനെ നേരെ നമ്മൾ മുകളിലേക്ക് ചെല്ലുകയാണ്. മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം തന്നെയുണ്ട്. ഇത് കണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത്. അത് എന്താണ് റേറ്റ് കാര്യങ്ങളെന്നൊക്കെ എനിക്കറിയില്ല. ഞാൻ ഇന്നാൾ ചോദിച്ചപ്പോൾ 500 രൂപയുടെ ഒരു കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു വർഷത്തേക്കുള്ള സംഭവങ്ങളൊക്കെയാണ്. ഒരു വർഷത്തേക്ക് റീചാർജബിൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇത് ഇങ്ങനെ കുറേ ഡ്രസ്സിൻ്റെ ഐറ്റംസ് കടകളുണ്ട്. ഇതിങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മാല, കമ്മൽ, വള, ഇതൊക്കെ അവിടെ കിട്ടും. പിന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെ കടകൾ തന്നെയാണ് ഏറ്റവും രണ്ടാമത്തെ നിലയിൽ. സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളോട് പിടിക്കത്തക്ക രീതിയിലുള്ളൊരു മാള് തന്നെയാണ് നമ്മുടെ ഫോറം മാൾ എന്ന് പറയുന്നത്. വിദേശത്ത് പോയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും. തീർച്ചയായിട്ടും ഇതാ കാണാത്തവർ ഒന്ന് വന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു തേനിൻ്റെ കടയുണ്ട്. ഒറിജിനൽ തേനാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇതിങ്ങനെ ഒരിക്ക അവിടെ തേനിൻ്റെ കച്ചവടമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറേ ടേബിളുകളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ ഫുഡ് സെൻറ്ററിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അതല്ലാതെ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇനി ഇതും അല്ലാണ്ട് നമുക്ക് താഴത്തുനിന്ന് ഫുഡ് കിട്ടും. അവിടുന്ന് നമുക്ക് മേടിച്ചിട്ട് മുകളിൽ വന്നിരുന്നും കഴിക്കാം. എങ്ങനെ വേണേൽ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കൂടുതലും താഴത്തുനിന്ന് മേടിച്ചിട്ട് മുകളിൽ വന്നിരുന്ന് കഴിക്കാറാണ് പതിവ്. എനിക്ക് അതാണ് ലാഭം തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാണ്, ചോയ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.